അൽഫല ഗ്രൂപ്പ് ചെയർമാൻ അറസ്റ്റിൽ. ജവാദ് അഹമ്മദ് സിദ്ദിഖിയാണ് കള്ളപ്പണ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഇ ഡി അറസ്റ്റ് ചെയ്തത്. വിവിധ ഇടങ്ങളിൽ നടന്ന റെയ്ഡിന് തുടർച്ചയായാണ് അറസ്റ്റ്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അജീഷ്, ഡൽഹിയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അൽഫല സർവകലാശാല ഇ ഡി ഉൾപ്പെടെ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു. ആ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇ ഡി ചില നീക്കങ്ങൾ അവിടെ നടത്തുകയും ചെയ്തത്. നേരത്തെ ഡൽഹി പോലീസ് അവിടെ റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇ ഡി അതിന്റെ സ്ഥാപക ചെയർമാനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ്? വിജയകുമാർ, ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട വൈറ്റ് കോളർ സംഘങ്ങൾ പ്രവർത്തിക്കുകയും ഈ ഗൂഢാലോചന നടത്തുകയും ചെയ്ത പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫരീദാബാദിലുള്ള അൽഫല സർവകലാശാല. ഈ സർവകലാശാലയുടെ ആസ്ഥാനം പക്ഷേ ഡൽഹിയിലെ ഓഖ്ലയിലാണ്. ഈ സർവകലാശാലയിലും ഒപ്പം തന്നെ ഈ ഓഖ്ലയിലും ഇന്നലെയുമൊക്കെയായി ഇ ഡി പരിശോധന നടത്തിയിരുന്നു. ഇ ഡിക്കൊപ്പം ഡൽഹി ക്രൈംബ്രാഞ്ചിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും അവിടെ പരിശോധന നടത്തിയിരുന്നു. ഈ സമയത്താണ് ചില തെളിവുകൾ, നിർണായക തെളിവുകൾ ഇ ഡിക്കും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിനും കിട്ടിയത്. അതായത് ഈ വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങുന്നതടക്കമുള്ള ഇതിനകത്ത് സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് തെളിവുകൾ ലഭിച്ചത്. മാത്രമല്ല, ഈ ജവാദ് അഹമ്മദ് സിദ്ദിഖി നേരത്തെ തന്നെ ഒരു സാമ്പത്തിക ക്രമക്കേട് കേസിൽ ജയിലിൽ കിടന്ന ആള് കൂടിയാണ്. ഈ ജീവനക്കാരുടെ EPFO ഫയൽ ചെയ്യുന്നതടക്കം, അത് അടയ്ക്കുന്നതടക്കം ഗുരുതരമായ ചട്ടലംഘനങ്ങൾ, നിയമലംഘനങ്ങൾ ഇയാൾ നടത്തിയിട്ടുള്ളതായിട്ടും കണ്ടെത്തി. മാത്രമല്ല, ചില ജീവനക്കാർ നേരത്തെ ശമ്പളവുമായി ബന്ധപ്പെട്ട ചില സമരം നടത്തി അവരെയൊക്കെയും ഒതുക്കാൻ ഇയാൾ ചില ശ്രമം നടത്തിയതായിട്ടും ആരോപണം ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കള്ളപ്പണ നിരോധന നിയമത്തിന്റെ സെക്ഷൻ 19A പ്രകാരം ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെ അടക്കം ഡൽഹി പോലീസും ഒപ്പം തന്നെ ഇ ഡിയും ചോദ്യം ചെയ്തിരുന്നു. സാമ്പത്തിക കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് കേസുകളും എടുത്തിട്ടുള്ളത്. നേരത്തെ UGC ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട്, അതായത് UGCയുടെ അംഗീകാരം ഇല്ലാതെ NAC അക്രഡിറ്റേഷൻ ഉണ്ട് എന്ന് വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയതിന് ആ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരവധി കേസുകളാണ്, ഈ ആരോപണങ്ങളാണ് ഈ അൽഫല സർവകലാശാല അൽഫല ഗ്രൂപ്പിനെതിരെ നേരിടുന്നത്. ഇതിന്റെ തുടർ നടപടിയായിട്ടാണ് ഇപ്പോൾ ചെയർമാൻ തന്നെ അറസ്റ്റിലായിരിക്കുന്നത്. ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ കള്ളപ്പണ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. നിരവധി തവണ ഡൽഹി പോലീസിന്റെ പരിശോധനയൊക്കെ അവിടെ നടന്നിരുന്നു. അതിനിടെയാണ് ഇ ഡി അവിടെ നിർണായകമായ ഒരു അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരുപക്ഷെ നാളെ അറിയാം. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.